ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ, ഒരുപാട് സന്തോഷം എല്ലാവരും വീഡിയോ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് മാത്രമല്ല, ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്ത് ചേഞ്ചസാണ് നമ്മുടെ ലൈഫിൽ വരുന്നതെന്നാണ് നോക്കുന്നത്. അത് ഏത് ഏരിയ ആണെങ്കിലും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, ജോബ് സിറ്റുവേഷൻസ് ആവാം, ബിസിനസ് റിലേറ്റഡ് ആവാം, ഈ പറഞ്ഞ പോലെ ഓ മൈ ഗോഡ് ഫൈനാൻസ് ആവാം, സ്പിരിച്വാലിറ്റി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ ഓപ്പൺ ആക്കി വെക്കാം. എന്ത് വരുന്നോ അത് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, നമുക്ക് സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഗൈഡൻസ് വേണം സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. താങ്ക് യു സ്പിരിറ്റ് ഗൈഡ്സ്. താങ്ക് യു മൈക്കിൾ സ്പിരിറ്റ്. ഞാൻ ഈ ഷഫിൾ ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ടാണ് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. സോ ചിലപ്പോൾ അതൊന്ന് കേട്ടിട്ടുണ്ടാവണം എന്നില്ല. ഞാൻ മാക്സിമം ഒച്ചത്തിൽ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് കുറ്റവും കുറവൊക്കെ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കുറ്റവും കുറവ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പായിട്ട് തന്നെ പറയണേ. കാരണം എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന്. കാരണം ഇതിനകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എന്നുള്ളത് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരുപാട് അരോചകമാണെന്നുള്ളത്. ഞാനത് കേട്ട് നോക്കിയപ്പോൾ എനിക്കും അത് ഭയങ്കര മോശമായിട്ട് തന്നെ തോന്നി. പക്ഷേ ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞില്ല. മേ ബി എനിക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുകയാണെങ്കിൽ പറയുക, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഓ മൈ ഗാഡ് നല്ലത് ഓട്ടോമാറ്റിക്കലി കയറി വരുന്നതാണ്, ഒന്നും തോന്നരുത്. റൈറ്റ്, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സ്പിരിറ്റെ, നമുക്ക് സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് എവിടെയാണ്, ഏത് ഏരിയയിലാണ്, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. താങ്ക് യു സ്പിരിറ്റ്. താങ്ക് യു മൈക്കിൾ സ്പിരിറ്റ്. ഓൾറൈറ്റ്, ദി ഹെർമിറ്റ് കാർഡ്. ഒന്നും പറയാനില്ല. ഞാൻ ഇന്ന് എന്താ സ്പിരിറ്റ് ഞാൻ എടുക്കേണ്ട സബ്ജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് ദ ഹെർമിറ്റാണ്. ഓക്കെ, അതിൻ്റെ ബോട്ടമിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട കാർഡ് ഈ പറഞ്ഞ പോലെ ടവർ കാർഡായിരുന്നു. ഓക്കെ, ചില ആൾക്കാർക്ക്, എനിക്കറിയില്ലത് വളരെ സ്പിരിച്വാലിറ്റി ഒരുപാട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ ഇത് ഡെഫിനറ്റ്ലി ഇത് കാണുന്നുണ്ടാവും. അവർക്കുള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ കറക്റ്റായിട്ടാണ് പോകുന്നത്. ഓക്കെ, മെഡിറ്റേഷൻസ് പറഞ്ഞ പോലെ പല മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം തോന്നുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾ കാണുന്നുണ്ട്. പല എന്താ പറയുക, നമ്മൾ പറയില്ലേ യൂട്യൂബിൽ ഒരുപാട് മെഡിറ്റേഷൻസ്, റൂട്ട് ചക്ര, ക്രൗൺ ചക്ര, അങ്ങനെ തേർഡ് ഐ ചക്ര, അങ്ങനെ പലതും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. ഓക്കെ, ഈ മെസ്സേജ് റെസണേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 9 ആവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം H വെച്ചാവാം, T വെച്ചാവാം, M വെച്ചാവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങളുടെ മെഡിറ്റേഷൻ കുറച്ചുകൂടി ഇൻഡെപ്ത് ആക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനെക്കുറിച്ചും ക്ലിയർ ആയിട്ട് അറിയണം. എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും പല സമയങ്ങളിൽ നടക്കുന്നു, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആഹാ മൊമെൻറ്റ്. ഓക്കെ, നമുക്ക് ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി ഒന്നും കിട്ടില്ല, നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തങ്ങ് പോകും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു. അതാണ് സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്. ചില ആൾക്കാരുടെ ക്രൗൺ ചക്ര വളരെ ആക്റ്റീവ് ആവും, നിങ്ങൾക്ക് ഒരുപാട് ഗൈഡഡ് മെസ്സേജസ് കിട്ടും. ചിലരുടെ തേർഡ് ഐ ചക്ര, അതായത് നിങ്ങൾക്ക് തേർഡ് ഐ ചക്രയുടെ അവിടെയൊക്കെ ഒരു പ്രഷർ ഫീൽ ചെയ്യും. വെച്ചാൽ എന്തോ അവിടെ ഒരു പ്രഷർ പോലെ, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒട്ടും വിചാരിക്കില്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ തോട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. റാൻഡം തോട്ട്സ് നമ്മൾ പറയില്ല, എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ആലോചന വന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ റാൻഡം തോട്ട്സ് വരാനുള്ള ചാൻസ് ഞാനിവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നു. വളരെ ഹെർമിറ്റ് മോഡ്, ഒരുപാട് എന്താണ് ഹെർമിറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കണക്ഷനിലിരിക്കുക, ഡിവൈൻ കണക്ഷനിലിരിക്കുക എന്നുള്ളതിൻ്റെ ചില ആൾക്കാർക്ക് അത് ഇൻഡെപ്തായിട്ട് പോകുന്നു. കാരണം ഇനിയിപ്പം എക്ലിപ്സ് സീസൺ വരുന്നുണ്ട്, എക്ലിപ്സ് തുടങ്ങും, ന്യൂ മൂൺ വരുന്നുണ്ട്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ഈ ഒരു പോസിറ്റീവ് ചേഞ്ച്. ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ,
നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഡിവൈൻ കണക്ഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പാണ്, ലവ് റിലേഷൻഷിപ്പാണ്. നമ്മൾ പറയില്ലേ, കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു റിലേഷൻഷിപ്പ്. ചില ആൾക്കാർക്ക് ഇത് മാരേജാണ്. മാരേജിൻ്റെ പ്രപ്പോസൽസ് കാര്യങ്ങൾ വന്നു പോകുന്നതല്ലാണ്ട് ഒന്നും ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് ഉറക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ, കുറച്ച് നാളായിട്ട് അറിയാം, കണ്ടു, സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കില്ല അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യും എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുടെ എന്നൊരു പ്രപ്പോസൽ. ഓക്കെ, റൈറ്റ്. കിങ് ഓഫ് വോൺസ് ആക്ഷൻ എടുക്കുക. ഓക്കെ, ആക്ഷൻ എടുക്കുക. ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർ അവരുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നു. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ സെർച്ച്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ട്രാവൽ. എനിക്കിവിടെ ട്രാവലിൻ്റെ എനർജിയുള്ള കാർഡ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്കിവിടെ ട്രാവലിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രാവൽ. ആ ട്രാവലിൽ ഒരുപാട് എസ്പെഷ്യലി എനിക്ക് എന്താ പറയുക, അമ്പലങ്ങളിലേക്കുള്ളൊരു ട്രാവൽ, അല്ലെങ്കിൽ എന്താണ് ഹോളി പ്ലേസസ്. ഓക്കെ, അമ്പലം, അതുപോലെ പള്ളി, അങ്ങനെയുള്ള ട്രാവൽ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, കംപ്ലീഷൻ. ചില ആൾക്കാർക്ക് കുറച്ച് നാളായിട്ട് ഒരു പർട്ടിക്കുലർ പാറ്റേണിലൂടെ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അതിൽ ഫൈനലി നിങ്ങൾ ആ ഒരു ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ ഒരു കംപ്ലീഷൻ്റെ ടൈം വരുന്നത് കേട്ടോ. കുറച്ച് നാളായിട്ട് കഷ്ടപ്പാടാണ്. അതിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഫൈനാൻസ് ആണെങ്കിലും ജോബ് സിറ്റുവേഷൻ ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ബിസിനസ്സിൽ ഗ്രോത്തും കാര്യങ്ങളൊന്നുമില്ല. ഫൈനാൻസ് പരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഉയർച്ചയൊന്നും കിട്ടുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി, സഡൻ ഓപ്പർച്യൂണിറ്റിയുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്, ഡെഫിനറ്റ് ഫോൺസിൻ്റെ വെച്ചിട്ട് ഒരു കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ്. വീൽ ഓഫ് ഫോർച്യൂൺ 10 നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, 10 നമ്പർ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാനുള്ള, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫൈനാൻസ് പരമായിട്ട് ഒരുപാട് ടെൻസ്ഡ് ആണ്, മണി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ 10 നമ്പർ കാണുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. 10 നമ്പർ എന്ന് പറയുന്നത് തന്നെ 10 നമ്പർ എന്ന് പറയുന്നത് മണി മാനിഫെസ്റ്റേഷന് ഏറ്റവും നല്ലൊരു പോർട്ടലാണ്. 10 നമ്പർ ഇപ്പം ക്ലോക്കിൽ കാണുകയോ പോകുന്ന വഴിക്ക് റാൻഡംലി നമ്മുടെ കാറിലോ ബസ്സിലോ അങ്ങനെ എന്തെങ്കിലും 10 നമ്പർ കാണുമെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിൽ അൺലിമിറ്റഡ് മണി അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് ട്രസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക നന്നായിട്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ലൈഫിലെ വീൽ ഓഫ് ഫോർച്യൂൺ ടേൺ ആവാണ്, പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ് എനിക്ക് കാണുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് പോസിറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസസ് അങ്ങനെയുള്ളൊരു എനർജി നോക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഈ പറഞ്ഞ ഒന്നും ക്ലാരിറ്റി ഇല്ല ലൈഫിൽ. സെലിബ്രേഷനും ഉണ്ട്. കാരണം നൈറ്റ് ഓഫ് വാൺസിൻ്റെ കാർഡിൽ എനിക്ക് സെലിബ്രേഷൻ, ന്യൂ പോർട്ടൽ ഓപ്പണിംഗ്. ഓക്കെ, 11 നമ്പർ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണും ഈ റീഡിങ്ങിന് ശേഷം, ഉറപ്പായിട്ടും കാണും. കാരണം എനിക്ക് നൈറ്റ് ഓഫ് വാൺസിൻ്റെ കാർഡിനകത്തുള്ള ഈ 4 വാൺസ് എനിക്ക് 11 നമ്പറിൻ്റെ എനർജിയാണ് തരുന്നത്. അപ്പോൾ അത് ബ്രാൻഡ് ന്യൂ പോർട്ടലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പറയില്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഒരു ഡോർ ഓപ്പണായി, ഒരു പോർട്ടൽ ഓപ്പണായി എന്നുള്ളതിൻ്റെ ഒരു എനർജി ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10/6/9, നെയിം വന്നിട്ട് കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും, എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും, SARH ഭയങ്കര 11 നമ്പേഴ്സായിട്ട് എനിക്ക് മീൻസ് ലെറ്റേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം ആയിരിക്കും ഇത്. ഒന്ന് നിങ്ങളുടെ നെയിമിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിനായിട്ടുള്ള സഡൻ അൺഎക്സ്പെക്റ്റഡ് നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന മെയിൻ എനർജി. നമുക്ക് ഇനി വേറെ ഫർദർ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റെ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഫർദറായിട്ട് സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് വേറെ എന്താണെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്. ഹാർട്ട്, ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. ഞാനിവിടെ പറഞ്ഞ നമ്മുടെ ലവ് കണക്ഷൻ്റെ ഒരു കൺഫർമേഷനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഡീപ്പ് ലവ് കണക്ഷൻ, ലവ് എനർജി.
ഓക്കെ, ഫ്ലൈ, എ പീരീഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ, അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്. ഓക്കെ, ഇതിനകത്ത് ഹെർമിറ്റ് കാർഡ്, നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ടേൺ ആവുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളെങ്കിൽ അത് മാറുന്നു. ഞാനിത് ഡെഫിനറ്റ്ലി വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ മണ്ടേ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു അങ്ങനെ ഒരു ടഫ് പീരീഡിൽ ഇൽ ഹെൽത്ത് അതുപോലെ ഡിപ്രഷൻ്റെ ഒരു ടൈമിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് നമ്മൾ പറയില്ല ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നു. സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് എസ് എ ന്യൂ ജോബ് ഓർ റേസ്, ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിങ് ഓഫ് വാണ്ട്സിനെ വെച്ചിട്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. യൂണിക്കോൺ, യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വിൽ ബി ഓൺ പോയിൻറ്റ്. അത് ഉപയോഗിച്ച് നമ്മൾ പറയില്ലേ, നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ നമ്മുടെ റിയാലിറ്റിയിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചിനകത്ത് ഞാൻ കാണുന്നു. സെലിബ്രേഷൻ, ഫൺ, എൻജോയ്മെൻറ്റ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, ന്യൂ സെലിബ്രേഷൻ്റെ എനർജി, ഗ്രേറ്റ് സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. ഇത് ആക്ച്വലി എനിക്കുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 ഓഫ് ബോൺസിനകത്ത് ഞാൻ വെക്കുന്നത്. ലോബ്സ്റ്റർ, ഫൈനാൻഷ്യൽ പിഞ്ച്, ഫൈനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിന് നിങ്ങൾ റിക്കവർ ചെയ്ത് വരും കേട്ടോ. ഒട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല, ലൈക്ക് ഓഹ് ദൈവമേ പിന്നെ ബാക്ക് ടു ഇതേ സിറ്റുവേഷനാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ലൈഫിൽ, ഫൈനാൻസ് പരമായിട്ടും എല്ലാം. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആരെങ്കിലും എന്നെപ്പോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ വാലിഡ് ക്രിറ്റിസിസം അതെന്തായിരുന്നാലും, കാരണം എന്നോട് പറഞ്ഞ 1-2 വാലിഡ് ക്രിറ്റിസിസം എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഈ പറഞ്ഞ പോലെ എന്നുള്ള പ്രയോഗം, അതുപോലെ എന്താ പറഞ്ഞ പിന്നെ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കുറവാണെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈം രാത്രി ഇപ്പം 12:30 ഈ സമയം 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേനും ആക്ച്വലി എൻ്റെ ശബ്ദമേ ഓൾറെഡി കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ശബ്ദം ഭയങ്കര സോഫ്റ്റും ഭയങ്കര കൂൾ സൗണ്ടൊന്നുമല്ല. അപ്പം അത് ഓൾറെഡി കുറച്ച് ടഫായിട്ട് മീൻസ് റഫായിട്ടുള്ള ടൈപ്പാണ്. ഞാൻ മാക്സിമം എൻ്റെ ശബ്ദം എടുത്ത് തന്നെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുമ്പോൾ അത് ഓരോന്നും വാലിഡാണ്. ഒന്നും എനിക്ക് അതിനകത്ത് അയ്യോ ഇവർ പറഞ്ഞത് എന്തിന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കെല്ലാം വളരെ വാലിഡായിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ മാക്സിമം ഈ പറഞ്ഞ നമ്മുടെ ഡെയിലി ഗൈഡൻസ് നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ റീഡിങ്സ് മാത്രം ആക്കാൻ നോക്കാം. കാരണം പല ആൾക്കാരും പറഞ്ഞു ഡെയിലി ഗൈഡൻസ് വേണമെന്നും, അതുകൊണ്ട് മാത്രമാണ് ഞാനത് കണ്ടിന്യൂ ചെയ്താൽ. നമുക്ക് റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വിമൺ വിത്ത് ഡാർക്ക് കംപ്ലക്ഷൻ ഓർ ഫെയർ ഹെയർ. ചില ആൾക്കാരുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലേഡി എനർജി വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ബോസ് ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് മോശമായിട്ടുള്ളതല്ല. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, അതും എസ്പെഷ്യലി പോസിറ്റീവ് ചേഞ്ചസ് വരും. ഗുഡ് ഫോർച്യൂൺ, ഡെഫിനറ്റ്ലി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ഫോർച്യൂൺ, ചില ആൾക്കാർക്ക് ലോട്ടറി എടുക്കാനുള്ള നല്ല ടൈം കൂടെയാണ് കേട്ടോ. ഗുഡ് ഫോർച്യൂണിൻ്റെ കാർഡ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന നമ്പർ വെച്ചിട്ടെടുക്കണേ. പീരിയഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് വൈബ്സ് മാത്രമല്ല മണി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഗുഡ് ന്യൂസ് എനിക്കിഷ്ടമാണ് കേട്ടോ. സ്പിരിറ്റ് നമുക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാർഡ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. ഏഞ്ചൽ പ്രസൻസ് ഉണ്ടേ. നിങ്ങൾ ഓരോരുത്തരും ട്രസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ ഏഞ്ചൽ പ്രസൻസ് ഉണ്ട് ഉറപ്പായിട്ടും. ക്യാൻഡിൽ, യു വിൽ ബി ഷോൺ ദ വേ. എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായൊരു വഴി തുറക്കപ്പെടും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കും. ജാക്ക് പോട്ട്, പ്രോബ്ലംസ് ടു ബി റിസോൾവ്. ജാക്ക് പോട്ട് എന്നാണ് ഞാൻ വായിച്ചത്. മേ ബി നിങ്ങളുടെ ചില ആൾക്കാർക്ക് ആ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇങ്ക് പോട്ടാണ്. പ്രോബ്ലംസ് ടു ബി റിസോൾവ്. നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും ചേഞ്ച് ചെയ്യാനുണ്ട്. സക്സസ്. Finally, older woman, dealings in relationship with an older woman. And മാർച്ച് നമ്മൾ എൻഡ് ചെയ്യാണ്. മാർച്ചിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത് ന്യൂ മൂൺ എനർജിയാണ്.
ഓക്കെ, ന്യൂ മൂൺ എനർജി. മാർച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്ത് തന്നെയാണ് ഈ മന്ത്. ഒരുപാട് ചേഞ്ചസ് വരുവേ, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ്. നമുക്ക് ഫൈനൽ കാർഡ്സ് അല്ലെങ്കിൽ ഫർദർ എന്താണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ലൈക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒട്ടും പ്രതീക്ഷിക്കാത്ത പോസിറ്റീവ് ചേഞ്ചാണ് സ്പിരിറ്റെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത പോസിറ്റീവ് സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്, സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്. നമ്മളൊട്ടും പ്രതീക്ഷിക്കുക, എല്ലാം പോസിറ്റീവാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഒറ്റ നെഗറ്റീവ് കാർഡ് കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല റീഡിങ്. താങ്ക് യു. ഹാവ് ഫൺ, സെലിബ്രേറ്റ്, ഡോണ്ട് ബി സോ സീരിയസ്. സീരിയസ് ആണ് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ കൊണ്ടാവും മേ ബി സീരിയസ്, പക്ഷെ അത്രയും സീരിയസ് ആവണ്ട. യുവർ ഗൈഡൻസ് ഈസ് ഡിവൈൻലി ഗൈഡഡ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ക്രൗൺ ചക്ര കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷനാണ്. നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലില്ലെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. പില്ലർ ഓഫ് ലൈറ്റ്, യുവർ വൈബ്രേഷൻ ഈസ് റൈസിങ്, യു ആർ ദി ഒറക്കിൾ. നിങ്ങൾ കാണുന്ന ഒരുപാട് ആൾക്കാർ ഡെഫിനറ്റ്ലി ടാരോ റീഡേഴ്സ്, ആസ്ട്രോളജേഴ്സ്, ന്യൂമറോളജിസ്റ്റ്, ആ ഏരിയയിൽ ഒരുപാട് ഇത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യണേ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം എനിക്കിത് വളരെ ഡിവൈൻലി ഗൈഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷനുള്ള ആൾക്കാരുടെ എനർജി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം അതൊന്ന് കൺഫേം ചെയ്യാനായിട്ടൊന്ന് ഗൈഡ് ചെയ്യുക, പറയണേ. എന്താണ്, നിങ്ങൾ ആരെങ്കിലും ടാരോ റീഡിങ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ജസ്റ്റ് റാൻഡംലി എൻ്റെ വീഡിയോ കണ്ടതാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ലൈക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ഡിവൈൻലി ഗൈഡഡ് ആണ്, നിങ്ങളുടെ മെസ്സേജസ് ഡിവൈൻലി ഗൈഡഡ് ആണ്. യു ആർ ആൻ ഒറക്കിൾ. ഓക്കെ, and finally you go first. The universe will catch you and mintakan long for home belonging the original light workers. ചില നിങ്ങൾ കാണുന്ന പല ആൾക്കാരും ഞാൻ പറഞ്ഞ പോലെ എംപാത്ത് അതുപോലെ എനർജറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ ഗൈഡഡ് ആണ്. നിങ്ങൾ 100, 200, 1000 ടൈംസ് ഞാൻ പറയും. ഒരുപാട് നിങ്ങൾ കാണാൻ എല്ലാവരും ഒന്നുമല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി നിങ്ങൾക്ക് ഈ ടാരോ റീഡിങ്സ് ഇഷ്ടമാണ്, ടാരോ കാർഡ്സ് ഇഷ്ടമാണ്, അതിൻ്റെ എനർജീസ് ഇഷ്ടമാണ്, അതിൻ്റെ വേ ഓഫ് ടോക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് പറയുന്ന രീതികളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, അത് ഒരു കൺഫർമേഷനാണ്. ലൈക്ക് നിങ്ങളൊക്കെ ഓരോരുത്തരും ഒരു എന്താണ് ഒറക്കിൾ ആവാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരു റീഡേഴ്സ് ആവാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. കാരണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഡോർസ് ആർ ഓപ്പണിങ്. 100% നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോർസ് ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക. റൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സൂപ്പർ റീഡിങ്, സൂപ്പർ റീഡിങ്. എനിക്കൊന്നും പറയാനില്ല, കാരണം അത്രയും ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, അതുപോലെ അതിലേക്ക് എത്തുക. ഓക്കെ, ആ ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ഗൈഡൻസ് കിട്ടി. സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഈസ് വെരി ഫാബുലസ്. ഒന്നും പറയാനില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എൻ്റെ വരെ ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ വരെ കാണണേന്ന്. കാരണം എല്ലാവർക്കും ആദ്യമേ തന്നെ മെസ്സേജ് കിട്ടില്ല, കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഞാനിത് ആദ്യമേ പറയേണ്ടതാണ്, ഞാൻ വിട്ടുപോയി, സോറി. എനിവേ, ഇതുവരെ കേട്ടുന്നവർക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.